കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി 1.25 കിലോ ബീഫ് നല്ല കറിക്ക് അരിയുന്നതിനേക്കാളും പകുതിയായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ. അതിനുവേണ്ടി 1.25 കിലോ നല്ല പീസാണ് എടുത്തിരിക്കുന്നത്, കൊഴുപ്പൊന്നും ഇല്ലാത്ത പീസ്. ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ട് കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് തൽക്കാലം 1 ടീസ്പൂൺ, മുളക് പൊടി ഇട്ടതിന് ശേഷം പറയാം. 4 ടേബിൾ സ്പൂൺ ഇപ്പം ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നല്ലവണ്ണം കുഴച്ച് എടുക്കാം. ഉപ്പും മുളക് പൊടിയും എല്ലാം നല്ലപോലെ കുഴച്ച് എല്ലാം പാകത്തും കൂടി എല്ലാം നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കണമെന്നില്ല. കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ നിന്ന് വെള്ളം ഊറി വന്നോളും. ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്ത് കുക്കർ അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ തീ കൂട്ടി വെച്ചും ബാക്കിയുള്ള 3 വിസിൽ തീ കുറച്ച് വെച്ചും എടുക്കാം. പോയി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. ആദ്യത്തെ വിസിൽ കൂട്ടി വെച്ചും ബാക്കി 4 വിസിൽ കുറച്ച് വെച്ചും നല്ലപോലെ 3/4 ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമുണ്ട്. അത് തീ ഓണാക്കി വെച്ച് വറ്റുന്നത് വരെ തുറന്ന് വെച്ച് ഒന്ന് വേവിക്കണം. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇറച്ചിയിൽ നിന്ന് വന്ന വെള്ളമാണിത്. ഇത് നല്ല ഡ്രൈ ആകുന്നത് വരെയും ഇട്ട് വറ്റിച്ചെടുക്കണം. ഇറച്ചി വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് മസാലപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ടില്ല ഞാൻ മസാലപ്പൊടി. നല്ല മണം കിട്ടാനാണ് അത് ഇപ്പം ഇടുന്നത്. പിന്നെ എല്ലാം കൂടി ചേർക്കുന്ന സമയത്തും കുറച്ച് ഇടാം. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കനച്ചു പോകും. സൺഫ്ലവർ ഓയിലിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. അതത്ര ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് നല്ലെണ്ണ എടുക്കുന്നത്. ചിലർ നല്ലെണ്ണയിൽ പൊരിച്ച് കോരുകയും വെളിച്ചെണ്ണയിൽ പൊരിച്ച് കോരിയതിന് ശേഷം നല്ലെണ്ണയിൽ അച്ചാർ ഇടാറുണ്ട്. ഞാൻ രണ്ടും ഒരു നല്ലെണ്ണയിൽ തന്നെയാണ് ഇടുന്നത്. കാക്കിലോ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും മതിയാവും. തികഞ്ഞില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയുടെ കലക്ക് മാറാൻ വേണ്ടി കുറച്ച് 2 വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ച് കോരി എടുക്കണം. ആ കനച്ച ചുവ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അച്ചാറുകളിൽ ഏറ്റവും നല്ല അച്ചാറാണ് ബീഫ് അച്ചാർ. ഒരു കറിയും ഇല്ലെങ്കിൽ മോരും ഈ അച്ചാറും കൂട്ടി മാത്രം ഒരുപാട് ചോറ് കഴിക്കാം. ഒരു പാത്രം മൊത്തം കാലിയാകാൻ ഈ അച്ചാർ മാത്രം മതി. അച്ചാർ
ഒരു ഇരിപ്പിൽ തന്നെ പാത്രം കാലിയാക്കാൻ പറ്റും. പിന്നെ ഒരുപാടൊന്നും കഴിക്കാതെ ഇച്ചിരി ഇച്ചിരി ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് വേണം ഉപയോഗിക്കാൻ. ഒന്നിച്ച് വെച്ച് ഉപയോഗിക്കരുത്, കനച്ചു പോകും. സ്പൂണുകൾ നനഞ്ഞ സ്പൂണും എടുക്കരുത്. അച്ചാറിടുന്ന കുപ്പിയിലൊന്നും ഒരു തുള്ളി പോലും വെള്ളവും ഉണ്ടാവാൻ പാടില്ല. എണ്ണയുടെ കാറൽ മാറ്റാനാണ് വെളുത്തുള്ളി ഇങ്ങനെയൊക്കെ നോക്കിച്ചെടുക്കുന്നത്. വെളുത്തുള്ളി കോരി മാറ്റുക. ഇനി നല്ല തീ കുറച്ച് വെച്ച് നല്ല ഡ്രൈ ആയിട്ട് വറ്റിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. തീ കുറച്ച് വെച്ച് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നല്ലവണ്ണം മൊരിയിച്ച് വറുത്തെടുക്കണം. കരിയാൻ പാടില്ല, ഒരുപാട് കട്ടിയും ആവരുത്. ഇറച്ചിയുടെ ജലാംശം മാറി കിട്ടുന്നത് വരെയും ഇത് വറുത്തുകൊണ്ടേ ഇരിക്കണം. ചെറുതായിട്ട് ചുരുങ്ങി വരും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതിരിക്കാനാണ്, അടി മൂട്ടി പിടിക്കാതിരിക്കാനാണ് ഇളക്കി കൊടുക്കുക. ഇതിൽ പുഴുങ്ങി വച്ചിരിക്കുകയാണ്, അതിലധികമൊന്നും ചേർക്കത്തില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇനി പിന്നെ ചേർക്കും. ഇറച്ചി മൊരിഞ്ഞ് വന്നതിന് ശേഷം കോരിയെടുത്തതിന് ശേഷം മാത്രമേ ചേർക്കുകയുള്ളൂ. നല്ലെണ്ണയിലിട്ട് അരമണിക്കൂർ ഇട്ട് വറുത്തതിന് ശേഷം ഇറച്ചി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം മാറ്റാൻ. ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ അത് ചീത്തായി പോകും. കോരി കോരി എടുക്കാം. ഇറച്ചിയെല്ലാം 1 കിലോ ഉണ്ടായിരുന്നത് ഇറച്ചിയെല്ലാം വളരെ ചുരുണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് വേണം എടുക്കാൻ. മൊത്തമെല്ലാം ഇതുപോലെ കോരിയെടുക്കുക. തന്നെയാണ് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വറുത്തെടുക്കാൻ. എണ്ണ പോരെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം.
അടുപ്പ് കത്തിച്ചതിന് ശേഷം ആദ്യം പച്ചമുളക് വറുത്തെടുക്കാം. വറുത്ത് കോരിയെടുക്കണം പച്ചമുളകിൻ്റെയും വെള്ളമെല്ലാം വറ്റി ജലാംശം മൊത്തം തീരുന്നത് വരെയും വറുത്തെടുക്കണം. കുറച്ചും കൂടി എണ്ണ ഇട്ട് കൊടുക്കാം, നമുക്ക് തികയൂല. ഈ കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ. പച്ചമുളകിൻ്റെ വെള്ളം മൊത്തം വറ്റി തീരുന്നത് വരെയും തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ജലാംശം നഷ്ടപ്പെട്ടു പെട്ടെന്ന് വഴന്നു വരാനാണ് ഉപ്പ് ചേർക്കുന്നത്. ജലാംശം ഇരിക്കുകയാണെങ്കിൽ അച്ചാർ വേഗം പൂത്തു പോകും. അതുകൊണ്ടാണ് ജലാംശം നല്ലപോലെ മൊരിയിച്ചെടുക്കണം എന്ന് പറയുന്നത്. പിന്നെ പച്ച കളറെല്ലാം മാറി വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അങ്ങനെ ഇടാം, വലുതാണെങ്കിൽ 4 കീറിയാണ് ഇടുന്നത്, നീളത്തിൽ അരിഞ്ഞാണ് എടുക്കുന്നത്. കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 1/4 കിലോ, ഇഞ്ചി ഒരു 100 ഗ്രാം 150 ഗ്രാം ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉണക്കമുളക് ഒരു 3 ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ ഇട്ടപ്പോഴേക്കും എന്ത് നല്ല മണം! മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ, അത്രക്ക് നല്ല ട്രഡീഷണൽ മണമാണ് വരുന്നത്. കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണം എന്തൊരു നല്ല മണം! കുറച്ച് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം, അധികം വേണ്ട. ഇറച്ചിയെല്ലാം നല്ലപോലെ ഉപ്പിട്ടാണ് വേവിച്ചത്. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായംപൊടി,
കായം കുറച്ച് ഇട്ടാൽ മതി. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കഴിക്കും. 2 ഉലുവ മുഴുവനോടെ. അച്ചാറ് നല്ല മണം വരാനാണ് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. പെരുംജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഗരം മസാല വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് പെരുംജീരകം നല്ലപോലെ കൂടുതലാണ് ഇട്ട് കൊടുത്തത്. ഇനി തീ ഒന്ന് ഓണാക്കി തീ കുറച്ച് വെച്ചതിന് ശേഷം നല്ല ഇളക്കി കൊടുത്തു. ഈ പൊരിച്ച ഇറച്ചി ഇതിൽ ചേർത്ത് കൊടുക്കും. നല്ലപോലെ മിക്സ് ചെയ്യും. അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചത്. വിനാഗിരിയുടെ കുത്തില്ലാതാക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞു ഇടാം. നാരങ്ങ നീര് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വിനാഗിരി ഒരുപാട് ചേർക്കാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. കുറച്ച് നേരം ശേഷം തീ ഓഫാക്കി വെക്കുക. വിനാഗിരി നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഇറച്ചി ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിപ്പോൾ വറ്റി ഉണങ്ങിപ്പോകും. ഇനി വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചാറിയതിന് ശേഷം അതെങ്കിലും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇറച്ചി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇറച്ചി സോഫ്റ്റായിട്ട് വരണമെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്തേ വെക്കൂ വെള്ളം. ഇത് നനവില്ലാത്ത കുപ്പിയിൽ വേണം ഇട്ട് വെക്കാൻ. ഒട്ടും ഈർപ്പം പാടില്ല. അതുമല്ല നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം അടച്ചു വെക്കാൻ. ഇതെല്ലാം കൂടി ഒരു കുപ്പിയിലിട്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി നിങ്ങൾ വെക്കാതെ ആവശ്യത്തിനുള്ളത് എടുത്ത് ഒരു പാത്രത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ചധികം നാൾ നടക്കും. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ 2 മണിക്കൂർ ആവശ്യമാണ്. ഈ അച്ചാറിടാൻ കഴുകിയെടുത്ത് മസാലയെല്ലാം തേച്ച് വെക്കണം. കുക്കറിൽ വേവിച്ച് ഇത് 1/4 മണിക്കൂർ വേണം പൊരിച്ചെടുക്കാൻ. പിന്നെ അച്ചാറുണ്ടാക്കാൻ 2 മണിക്കൂറാണ് ആവശ്യം. ഒരു കിലോ വെക്കാൻ കുപ്പി ചെറുതാണെങ്കിൽ 2 കുപ്പിയിലാക്കി എടുത്ത് വെക്കാവുന്നതാണ്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കേടാവുമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. പുറത്ത് വെക്കണമെന്നില്ല. നനഞ്ഞ സ്പൂണൊന്നും ഇതിൽ ഇടരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും പുറത്ത് വെച്ച് ഉപയോഗിക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് അധികം നാളൊന്നും ഇരിക്കുകയൊന്നുമില്ല. പിള്ളേരെല്ലാം കുറച്ച് തിന്നൊന്നും കഴിച്ച് വരുമ്പോഴേക്കും പെട്ടെന്ന് തീർന്നു പോകും. നല്ല രുചിയുള്ള ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഇത് കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. ഇത് ഇറച്ചി നല്ല ഡ്രൈ ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല വറ്റി നല്ല മസാല പിടിച്ചിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ വെള്ളം ചേർത്തൊന്നും പറഞ്ഞിട്ട് ചീത്തയൊന്നും ആയി പോകത്തൊന്നുമില്ല. ടേസ്റ്റുള്ള ബീഫ് അച്ചാറാണിത്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ കേടാവാതെ ഇരിക്കും. നല്ലപോലെ മൊരിഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന്
ചീത്തായിപ്പോവും. പച്ചമുളകും ഈർപ്പം പോയി ജലാംശം മാറുന്നത് വരെയും പൊരിച്ചൊക്കെ എടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് 1 മാസമെങ്കിലും നല്ലപോലെ ഇരിക്കും. ഇത് നല്ല ടേസ്റ്റ് നോക്കാം. നല്ല രുചിയുള്ള മാങ്ങാച്ചാറാണത്. സോറി, നല്ല രുചിയുള്ള ബീഫ് അച്ചാറാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ലപോലെ 2 മണിക്കൂർ വേണം ഇത് തയ്യാറാക്കാൻ. ഇത് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കൾക്കും സ്വന്തക്കാർക്കും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പം ബക്രീദ് ആയതുകൊണ്ട് എല്ലാവർക്കും കുർബാൻ്റെ ഇറച്ചിയൊക്കെ കിട്ടി കാണുമല്ലോ. അത് വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഇറച്ചി. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം സൈഡ് കറിയായിട്ട് എടുക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇത് ദുബായിലെല്ലാം പോണ പിള്ളേർക്കും പ്രവാസികൾക്ക് കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. വിനാഗിരി ഞാൻ കുറച്ച് ചേർത്തിരിക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം, നല്ല വെട്ടി തിളപ്പിച്ചാറിയ വെള്ളം ഒരു 1.5 ഗ്ലാസ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഇറച്ചി നല്ല വെള്ളം കുടിച്ച് വറ്റി ഇരിക്കുന്നത് കാണാം.